എൻ്റെ കണ്ണും കാതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടുമുള്ള സ്നേഹം അത്രത്തോളം എത്തിയതിനാൽ മുത്തുനബി തങ്ങൾ അവരെ തൻ്റെ കണ്ണും കാതും പോലെ കണക്കാക്കി. അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കണ്ട് ഇവർ രണ്ടുപേരും എൻ്റെ കണ്ണും കാതുമാണ് എന്ന് പറഞ്ഞതായി അബ്ദുല്ലാഹിബിൻ ഹൻതബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. അബ്ദുല്ലാഹിബിൻ ഷഖീഖ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം, ഞാൻ ആയിഷ ബീവിയോട് ചോദിച്ചു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ ആരാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ? മഹദി ഉത്തരം നൽകിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നാണ്. ഞാൻ വീണ്ടും ചോദിച്ചു, പിന്നെ ആരാണ്? മഹദി പറഞ്ഞത് ഉമർ റളിയല്ലാഹു അൻഹു എന്നാണ്. ഞാൻ വീണ്ടും ചോദിച്ചു, പിന്നെ ആരാണ്? മഹദി അപ്പോൾ ഒന്നും മിണ്ടാതെ മൗനം പാലിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ മയ്യത്ത് കട്ടിലിൽ കിടത്തി. ആളുകൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിസ്കാരം നിർവഹിച്ചും പ്രാർത്ഥിച്ചും യാത്രാമൊഴികൾ നൽകി. ഞാനും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പിന്നിൽ എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, പടച്ചവൻ നിങ്ങൾക്ക് ഉയർന്ന ദർജ നൽകട്ടെ. റബ്ബാണ് സത്യം. അള്ളാഹു നിങ്ങളെ നിങ്ങളുടെ 2 കൂട്ടുകാരുടെ കൂടെ നിർത്തുമെന്ന് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നു. കാരണം അള്ളാഹുവിൻ്റെ ദൂതർ പലപ്പോഴും പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും കൂടെയായിരുന്നു. അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും കൂടെ ഞാൻ ഇങ്ങനെ ചെയ്തു. അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും കൂടെ ഞാൻ പുറപ്പെട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. മാത്രമല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടയാളം കൂടിയാണ് ഈ 2 മഹാന്മാരെ ഇഷ്ടം വെക്കൽ. അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി, എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? അന്ന് മഹാനവറുകൾ ഉത്തരം നൽകിയത്, ഷെയ്ഖൈനിയെ പ്രിയം വയ്ക്കുക, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും പ്രിയം വയ്ക്കുക എന്നാണ് മഹാനവറുകൾ അന്ന് പറഞ്ഞത്.